ഇന്ന് മുതൽ ഫൺസ് ഓൺ എയർ ടൈമിൽ മത്സരിക്കാൻ പോകുന്നത് ഒരു കലിപ്പനും കാന്താരിയുമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ്. എനിക്ക് എന്തെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോൾ അത് മാറ്റാൻ കേശവമാമന്റെ പാട്ട് കേൾക്കുന്നത് എന്താണ് അത് തീറ്റ ടെൻഷൻ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോകും. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലായി. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം അതിഥി. ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. അയ്യോ ഞാൻ റിവ്യൂ ചെയ്താലാണ് കേറുള്ളൂ. ഇന്ന് ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കിലായി പോയെന്നേ, അതുകൊണ്ടാ വരാൻ കുറച്ച് വൈകിയത്. സിനിമ, സീരിയൽ, ഇതൊക്കെ വീട്ടിൽ മെനക്കെട്ടിരുന്ന് പുതിയ കണ്ടന്റ് വല്ലതും കിട്ടുമോ നോക്കിയതാ, അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയതൊന്നും അല്ല കേട്ടോ. പെണ്ണ് കെട്ടണില്ലേ എന്നോട്? കെട്ടുന്നില്ല രണ്ട് സ്പെല്ലിങ് മാറ്റി ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. പെണ്ണ് കിട്ടുന്നില്ല. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് ഫൺസ് ഓൺ എയർ ടൈം സീസൺ 4. ഫൺസ് ഓൺ എയർ ടൈമിന്റെ ഒരു പുതുമകൾ നിറഞ്ഞ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഈ പുതുമ എന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഇന്ന് മുതൽ ഫൺസ് ഓൺ എയർ ടൈമിൽ മത്സരിക്കാൻ പോകുന്നത് ഒരു കലിപ്പനും കാന്താരിയുമാണ്. ഇന്ന് മുതൽ നമ്മുടെ എപ്പിസോഡിൽ ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് ഇതിലെ സർപ്രൈസുകൾ എന്നൊക്കെ അറിയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു എൻറ്റയർ ഷോയുടെ സ്ട്രോങ്ങസ്റ്റ് പില്ലർ ആയ നമ്മുടെ ക്യാപ്റ്റനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ദി സൂപ്പർ കൊമേഡിയൻ രമേശ് പിഷാരടി. Once upon a time, once upon a time, once upon a time, once upon a time. നമ്മൾ ഈ കലിപ്പനും കാന്താരിയും കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് കേട്ടിട്ടുള്ളത്. ആൻഡ് നമ്മൾ ആ വേർഡ്സ് നമ്മുടെ ഷോയിലേക്ക് കടമെടുത്തിരിക്കുകയാണ്. ഈ കലിപ്പനെ സംബന്ധിച്ചിടത്തോളം കലിപ്പൻ ഭയങ്കര കലിപ്പനും കാന്താരിയെ സംബന്ധിച്ചിടത്തോളം കാന്താരി ഭയങ്കര കാന്താരി ആണെങ്കിലും പൊതുജനം പലപ്പോഴും ഇത് കണ്ട് ചിരിക്കാറാണ് പതിവ്. അല്ലെ, പൊതുജനത്തിന് ഇതൊരു ഒരു കോമഡി ടേംസ് ആണ് കലിപ്പനും കാന്താരി എന്ന് പറയുന്നത്. ശരിക്കും അവർ വലിയ പ്രശ്നക്കാരോ വഴക്കുകാരോ ഒന്നും അല്ല. അത്യാവശ്യം നമ്മളെ ചിരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുള്ളൊരു അർത്ഥത്തിലും കൂടെയാണ് കലിപ്പനും കാന്താരിയും വന്നിരിക്കുന്നത്. ഒരു മെയിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഇനിയുള്ള എപ്പിസോഡ് വരുന്നത്. അത് പരമാവധി അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ ഒരു പ്രപ്പോർഷൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു പൊതുസമൂഹത്തിലുള്ളതുപോലെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ രണ്ട് കലിപ്പന്മാരും രണ്ട് കാന്താരിമാരും കലിപ്പനും കാന്താരിയും ഒക്കെ തമ്മിലൊക്കെ മത്സരിച്ചിരിക്കും. എന്നാലും ഭൂരിപക്ഷ എപ്പിസോഡുകളിലും ഒരു കലിപ്പനും ഒരു കാന്താരിയും തമ്മിലായിരിക്കും ഇവിടെ മത്സരം നടക്കുന്നത്. അവിടെ മത്സരങ്ങൾ കാണാനാണ് നമ്മളിരിക്കുന്നത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ കാന്താരിനെ നമുക്ക് ആദ്യം വിളിച്ചാലോ? കാന്താരി ശരിക്കും മത്സരിക്കാൻ വരുന്നതല്ല, നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നതാണ്. നിരവധി സിനിമകളിൽ നായികയാണ്, മികച്ച അഭിനേത്രി എന്ന് പേര് കിട്ടിയ ഒരു നടിയാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ നമുക്ക് പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക. സ്നേഹപൂർവ്വം ഈ പുതിയ ഫോർമാറ്റിലുള്ള എപ്പിസോഡിലേക്ക് ആദ്യത്തെ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു അതിഥി രവി. അതിഥിക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഹാപ്പി വെൽക്കം. സോ മച്ച്. അതെ, വരുന്നതിന് മുന്നേ ഇവിടെ അതിഥിനെ കാന്താരിന്ന് വിളിച്ചു. ശരിയാണ്. അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആളുകളിൽ ഒന്ന് കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ വലിയ ആ കാലത്ത് വലിയ ഉപദ്രവമായിരുന്നു അയാളെ കൊണ്ട്. നമ്മുടെ കോളേജിലുള്ള എല്ലാ പെണ്ണുങ്ങളും ആ ഫോട്ടോ വെക്കുക, ഓട്ടോഗ്രാഫിന്റെ ബുക്കിന്റെ കവറിനായിട്ട് അദ്ദേഹത്തിന്റെ മുഖം വെക്കുക എന്നൊക്കെ പറയുന്ന കാലത്ത് അങ്ങനെ ഞാൻ അന്ന് ഏതോ എവിടെയോ നടന്ന് ആഗ്രഹിച്ചതിന് എനിക്ക് പ്രകൃതി തന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടനാട് മാർപ്പാപ്പ എന്ന് പറയുന്ന പടത്തിൽ കുഞ്ചാക്കോവിന്റെ കാമുകിയായിരുന്നു അതിഥി. ഞാനാ കെട്ടുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ആലോചിച്ചാ ഞാൻ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ അതിഥീനെ ഞാനാ കെട്ടിയത്. ഞാനാ തേക്കുന്നത്. ആദ്യമായിട്ട് തേക്കാൻ കിട്ടിയൊരു ഭാഗ്യം എനിക്കായിരുന്നു. അതിൽ പറയുന്നുണ്ട് അതിലൊരു ഡയലോഗ്, നീ എനിക്ക് മാച്ച് ആടി. പക്ഷെ എന്തായാലും നമ്മുടെ ഷോയെ സംബന്ധിച്ചും അതിഥി സൂപ്പർ മാച്ച്. കാരണം നന്നായിട്ട് ചിരിക്കുന്ന തമാശകൾ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോയുടെ ഒരു അതെ പറഞ്ഞു അതിഥി നല്ല അഭിനേത്രി എന്നുള്ള നിലയിൽ 10ാം വളവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ആണെങ്കിലും ഈ അതിഥി സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിഥിയെ എനിക്ക് അത്ഭുതം തോന്നിയൊരു പ്രകടനം കാഴ്ചവെച്ചത്, നമ്മൾ എത്ര നല്ല ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിലും ഗ്രൗണ്ട് ഉണ്ടല്ലോ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്റെ നാരായണിക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അത് അവള് കൈ നീട്ടിയല്ലേ ചമി പോകും.
കോവിഡ് അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മതിലിനപ്പുറത്ത് നിന്ന് ബഷീറും നാരായണിയും പ്രണയിച്ചതുപോലെ ഒരു മുറിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് നിന്നുകൊണ്ട് നാരായണിയും ബഷീറും പ്രണയിക്കുന്നു. ആ ബഷീറായിട്ട് അന്ന് ഉണ്ണി മുകുന്ദനാണ് ശബ്ദം കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1 കോടി ആൾക്കാർക്കടുത്ത് ആ ഷോർട്ട് ഫിലിം അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, അതും ഞാൻ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ. ഞാൻ എന്റെ മുഖം എന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഒരുപാട് വ്യൂസ് കിട്ടിയ അവസാനം ജസ്റ്റ് ഒന്ന് കണ്ണു നിറഞ്ഞൊന്ന് മനസ്സിടർ കേട്ടോ. വെരി ഫീൽ ഗുഡ് ഷോർട്ട് മൂവി. താങ്ക് യു. കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് 28 മിനിറ്റ് അതിഥിയെ അടുത്ത് കാണാനും അതിഥിയുടെ പ്രകടനങ്ങൾ കാണാനും ഉള്ള ഒരു അവസരം അതിനകത്തുണ്ട്. കണ്ടു. ഓൾമോസ്റ്റ് കേരള ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടെ കാണുക. ഇനി അത് കണ്ടു കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ ടൈം കാണുക. അതിഥി ഇവിടെയും ഉണ്ടാവും അല്ലേ? ഞാൻ കാണാറുണ്ട്. ഞാൻ കൂടുതലും യൂട്യൂബിലാണ് കാണുന്നത്. ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് യൂട്യൂബിൽ. ഏറ്റവും കൂടുതൽ കേശവ് മാമന്റെ ആ ഒരു അതെ അതെ ഞാൻ കേശവ് മാമന്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെ 10ാം അളവിൽ അദ്ദേഹം എന്റെ അമ്മാവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ഞാൻ ചിരിച്ചിട്ട് സീൻ തെറ്റിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോ. ഇതിനിടയിൽ അതിഥി പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോ അത് മാറ്റാൻ കേശവ് മാമന്റെ പാട്ട് കേൾക്കുന്നത്. എന്താണ് അതിഥിയുടെ ടെൻഷൻ? എന്തിനാണ് അതിഥി വിഷമിക്കുന്നത്? ചെറിയ ചെറിയ എന്താ ചെറിയ കാര്യം എന്താണ്? ഏതാണ് അതിഥിക്ക് ഒരു ചെറിയ വിഷമം ഒരു വലിയ വിഷമം പറയൂ, ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയട്ടെ. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോകും. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലായി. ഞാൻ ഊഹിച്ചു. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം അതിഥി. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാം. അവൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. അവൻ കാണിച്ചത് തെമ്മാടിത്തരമാണ്. അവൻ പറയണ്ട. പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം മലയാള സിനിമയിലെ ഒരു ബിസി ബിയാണ് നമ്മുടെ അതിഥി. അപ്പൊ അതിഥിയുടെ പുതിയ പ്രോജക്ട് എന്തൊക്കെയാണ്? പുതിയതിന് റിലീസ് ആവാനുള്ളത് ഷാജി കല സർ ഡയറക്ട് ചെയ്ത ഹണ്ട് എന്ന് പറഞ്ഞ മൂവി. സൂപ്പർ. പിന്നെ ഞാനും സുരാജേണ്ണും കൂടെ വീണ്ടും ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ ആണ്, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അതും ലിക്കർ ഐലൻഡ്. പിന്നെ ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു ന്യൂ ടീമാണ്. അങ്ങനെ 3 സിനിമയാണ് ഇനി റിലീസ് ആവാനുള്ളത്. ഹാട്രിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്താ ഒരു പുച്ഛം? റിവ്യൂ പറ. അതാണ്. ഞാനൊരു 4 സ്റ്റാറേ തരൂ. 4 സ്റ്റാർ. 4 സ്റ്റാർ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കാണോ അതോ ഡയാനയുടെ ആങ്കറിങ്ങിനാണോ 4 സ്റ്റാർ കൊടുക്കുന്നത്? ഡയാനയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. ആങ്കറിങ് മോശം. അയ്യോ, 4 സ്റ്റാർ. പിന്നെ പോരാ, കോമഡി പോരാ. കോമഡി പോരാ. മൊത്തത്തിലേ പരിപാടി ഞാൻ റിവ്യൂ ചെയ്താലാണ് കേറുള്ളൂ സാധനം. എന്തോ ഞാൻ റിവ്യൂ ചെയ്താലേ കേറുള്ളൂ. പേര് അനീഷ് കുംഭകോണം. അയ്യോ, റിവ്യൂവർ അനീഷ് കുംഭകോണം. പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഇത് കോടതിയുടെ നിയമം വന്നിരിക്കുന്നത് സിനിമ റിലീസായി 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിവ്യൂ പാടുള്ളൂ. അതെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? TV ഷോ ആണല്ലോ. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ റിവ്യൂ പറയാം. ഇന്ന് ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. ഓക്കെ. അല്ല, നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങളുടെ ചായയും കുടിച്ച് ഇവിടെ നിന്ന് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? ഞാനൊരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടിക്ക് നല്ല റേറ്റിംഗ് കിട്ടും. അല്ല, റേറ്റിംഗ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇങ്ങനെ അല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം കേട്ടല്ലേ? ആളുണ്ടായില്ല, ഒരു മനുഷ്യനുണ്ടായില്ല. ഞാൻ ചെന്നിട്ട് പറഞ്ഞു കുടമാറ്റമുണ്ട്, ചെണ്ടമേളമുണ്ട്, തലയെടുപ്പുള്ള ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരാൾക്കാരാ. അതുപോലെ തന്നെ ഈ ആലപ്പുഴ വള്ളംകളി ശരിക്കും തുഴച്ചിൽക്കാരുടെ ബന്ധുക്കൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ ലാഗുണ്ടെങ്കിലും ഫിനിഷിംഗ് പോയിന്റില് കട്ട വെയിറ്റിംഗ് ആണ്, ഭയങ്കര സ്പാർക്കാന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരാൾക്കാരാ. മക്കളെ, ഈ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, തുടങ്ങിയപ്പോൾ ഭയങ്കര ട്രിഞ്ച് അലവൻസ് ആയിരുന്നു. ഞാൻ റിവ്യൂ കൊടുത്തേ പിന്നെ അങ്ങോട്ട് കയറി ഇപ്പൊ സീറ്റില്ല, കിട്ടാൻ സീറ്റില്ല. അതുപോലെ ഞാനിവിടെ ഇരുന്ന് റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് കിട്ടും. വിശാരടി, വന്ന വഴി എനിക്കൊരു എലമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പൊളിക്കും. റിവ്യൂ അതിഥി രവിയാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ വന്നിരിക്കുന്നത്. അതിഥി എന്നാണ് നമ്മുടെ ഗസ്റ്റിന്റെ പേര്. രവി അച്ഛന്റെ പേരാ. അതിഥി എന്നാണ് പേര്. അതിഥി രവി. സിനിമയിലൊക്കെ നായികയാണ്.
എത്ര വലിയ നായികയായിട്ട് എന്താ കാര്യം? പേരെഴുതി കാണിക്കുമ്പോൾ അതിഥി താരം എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇങ്ങനെയാണ് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സേവനം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല. വേണ്ട, ഞാൻ പോയിട്ട് രണ്ടൊന്ന് നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കാം. അയ്യോ അയ്യോ അങ്ങനെ ചെയ്യരുത് സാർ. അവിടെ ഇരുന്നോ, ഞാനവിടെ ഇരുന്നിട്ട് കണ്ടസ്റ്റൻസിനൊക്കെ റിവ്യൂ ചെയ്യാം. അതെ അതെ, അത് മതി. ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാട്ടോ, ഈ ലൈറ്റിങ്ങും ക്യാമറ വർക്കും തീരെ പോരാ. ആദ്യത്തെ കലിപ്പനയും കാന്താരിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ഇന്ദു ആൻഡ് ജോ. ഓക്കെ, രണ്ടുപേർക്കും സ്വാഗതം. ഒരു മത്സരമാകുമ്പോൾ ആദ്യം മത്സരങ്ങൾ തമ്മിൽ കൈകൾ കൊടുക്കണം. കൊടുത്തോളൂ ഐശ്വര്യമായിട്ട്. എനിക്ക് താല്പര്യമില്ല. രമേശേട്ടാ, എനിക്കൊരു കാര്യം പറയാണ്ട്, ഇത് കലിപ്പനും കാന്താരി അല്ല, കലിപ്പത്തിയും പാവൊരു കാന്താരനാണ്. അല്ല രമേശ് ചേട്ടാ, എന്നെ ഒന്ന് നോക്ക്. ഞാൻ ഇത്ര നന്നായിട്ട് ഒരുങ്ങി വന്നിട്ട് എന്തോ ഒരു കുറവില്ലേ? ഒന്നല്ല, ഒരുപാടുണ്ട്. ശരി, പറയൂ. എന്നെ മുല്ലപ്പൂ വെക്കാൻ സമ്മതിച്ചില്ല. ഞാൻ കുറച്ചുകൂടി സുന്ദരി ആവത്തില്ലായിരുന്നോ? ഈ നിൽക്കുന്ന ഒറ്റ ഒരുത്തൻ രമേശേട്ടാ, ഇത് സൗന്ദര്യ മത്സരം ഒന്നുമല്ലോ, കോമഡി മത്സരമല്ലേ. കോമഡി വേണ്ട, ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. അതിപ്പോ കാണാം നമുക്ക്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇയാൾ എന്താ ആള് മാറി പറ്റിക്കാൻ വന്നതാണ്? കാരണം ജോസ് നമ്മുടെ സെക്കൻഡ് സീസണിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പത്തെ അടിപൊളി ഒരു പുതിയ മേക്ക് ഓവറിൽ വന്നിരിക്കുന്നു. എന്താ കാര്യം? അതുണ്ടല്ലോ, ആരോ പറഞ്ഞ ലോഹിതദാസ് സാറിന്റെ ഒരു ഘട്ടുണ്ടെന്ന്, അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തതാവാ. ഞാനിവനെ അറിയാൻ കഴിഞ്ഞതേ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഒരു കലിപ്പനും കാന്താരിയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ സത്യത്തിന് മത്സരമാണ് നടക്കുന്നത്. ഇന്നലെ പെണ്ണുങ്ങളുടെ റൂമിന്റെ വാതിക്ക് ഇവ നിൽക്കുന്നത് ആ വരാന്തയില്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ഹരി കൈയോട് പിടിച്ച്, എന്താണ് ഇവിടെ നിൽക്കുന്നത് പറയല്ല, ഞാനും ആ ഹിന്ദുവായിട്ടാണല്ലോ കോമ്പിനേഷൻ, അതിന്റെ നോക്കാൻ വേണ്ടി വന്നു. കോമ്പിനേഷനെ നിങ്ങൾ ശത്രുക്കളാണ് ശരിക്കും. അല്ല, അതല്ല, ഈ ഇൻട്രോക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ഒരു നല്ല മാച്ച് ഉണ്ട്. അതെ, നമ്മളെ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാം. റിവ്യൂ ചെയ്താലൊന്നും നശിക്കില്ല. കാരണം നല്ലതൊക്കെ റിവ്യൂ എന്തായാലും മോശമായാലും പൊട്ടിയാലും ഒക്കെ നല്ലതാണെങ്കിൽ കയറി പോക്കോളൂ. കോൺഫിഡൻസ് കൂടുതലാണല്ലോ. അല്ല, ഞാൻ കലിപ്പനായിട്ട് നിൽക്കണമെങ്കിൽ രമേശ് ചേട്ടൻ എന്റെ കാന്താരി ഡയാനീസ് ചെയ്യണം. പിന്നെ എങ്കിലേ എന്റെ കലിപ്പന രമേശ് ചേട്ടൻ. ഇവിടെ നോക്കണ്ട കേട്ടോ, ഇത് എന്റെ കൽപ്പന. എന്നാ അതിഥി ഞാൻ വീട്ടിലേക്ക് അതിഥിയായിട്ട് ക്ഷണിച്ചുകൊണ്ട്. എടാ എടാ, നിന്റെ കോഴിത്തരം എവിടെങ്കിലും കാണിക്കാതെ. എനിക്ക് റിവ്യൂവർ ആവാനുള്ള ഭാവിയുണ്ട്. നമ്മള് സ്കിറ്റ് ചെയ്യാനല്ല വന്നത്, സ്റ്റാൻഡപ്പിനാണേ. ഓർമ്മ വേണേ. കോമഡി ഉണ്ടായി പോരെ. ശരി ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റാൻഡപ്പിനാണ് വന്നത്. അപ്പൊ നിങ്ങളിൽ ആരാണ് ആദ്യം മത്സരിക്കാൻ പോണേ? അത് ഞാൻ തന്നെ. ഇവിടെ കോമഡി അല്ലേ വേണ്ടത്? ഇവന്റെ വലുതായിട്ടൊന്നുമില്ല, ഞാൻ തന്നെ ആദ്യം. ഇല്ല, നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതിനൊക്കെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതിഥി പറഞ്ഞില്ലേ, അതിഥി ഏറ്റവും ഫേവറേറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേശവ മാമനാണെന്ന്. നമ്മൾ ഈ സ്പോട്ടിൽ ഇപ്പൊ കൊണ്ടുവരും. പിന്നെ ഞാൻ ആളെ കാണാൻ വേണ്ടിട്ട് വന്നത്. ഓക്കെ, അപ്പൊ അതിഥി ഒന്ന് നീട്ടി വിളിക്കട്ടെ, കേശവ മാമ എന്ന് വരും. വിളിക്കട്ടെ, ഓടി വരും. എന്റെ കേശവ മാമ. അതിഥി വന്നോ? വന്നു. മൊത്തത്തിൽ അമ്മാവനൊരു വൃത്തി വെച്ചിരിക്കുന്നത്. ഹലോ, റിവ്യൂ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇടപെടണ്ട. കമന്റ് മാത്രം മതി കേട്ടോ. റിവ്യൂ ഞാൻ പറയാം. പിന്നെ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അല്ല, കേശവ കൊച്ചച്ഛനെ മറന്നു പോയല്ലേ കുറെ നാളായിട്ട്? 10ാം വളവിൽ ഞാൻ കൊച്ചച്ഛനായിരുന്നു. എന്റെ കൊച്ചച്ഛനായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞു, വന്നപ്പോ തന്നെ പറഞ്ഞതാ. മാത്രമല്ല, അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് എന്നെ കൊണ്ട് ഇരുത്തി പാട്ട് പാടിക്കലായിരുന്നു മെയിൻ പരിപാടി. അതെ, എല്ലാ പാട്ടും മാക്സിമം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ലുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഒരു പ്രായം കൂടുന്നതായിട്ടോ കുറവായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എപ്പോ കാണുമ്പോഴും ഇതേ ലുക്ക, ഒരു മാറ്റമില്ല. ഇതേ നര, ഇവിടെ നിന്നൊന്നും കൂടുന്നതോ കുറയുന്നതോ. അപ്പൊ അങ്ങനെ പാടുള്ളൂ. അല്ല, മേക്കപ്പ് മാൻ കൂടുതൽ നരയിട്ട് കൊടുക്കും, അവൻ മാറി എന്നിട്ട് തുടച്ചു കളയും. അതാണ് പരിപാടി. ഹലോ, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അല്ലല്ല, കേശവ മാമൻ വന്ന പേർപ്പസ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഇപ്പൊ നിങ്ങളിൽ ആരാണ് ആദ്യം മത്സരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ കേശവ മാമന്റെ പാട്ടിലൂടെയുള്ള 3 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. കേശവ മാമൻ പാടുന്നു, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു. ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യും. ഓക്കെ അല്ലേ അതിഥി? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചലഞ്ച് ആണ്, വെറും ചലഞ്ച് അല്ല. ഒരു PSC
പാരഡി സോങ് ചലഞ്ച്. സൂപ്പർ അല്ലേ? സൂപ്പർ. റെഡി അല്ലേ? നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. പള്ളിയിലെ കൊയറുപാടും പിന്നെ ഹൗസ് ബോട്ടിൽ ട്രാക്കുപാടും ഇവന്റുകളിൽ കളം പിടിക്കാൻ പ്രമദവനം പാടി. ഈണങ്ങൾ പാളുന്ന പോലെ തോന്നിപ്പിച്ചൗട്ടിൻ സാന്നിധ്യം ഏറെ കണ്ടു കൂക്കും പ്രാക്കും. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. അതിഥി എന്നെ ചിരിച്ചിട്ടേ കണ്ണിന്ന് വെള്ളം വന്നു. വന്നല്ലേ? മാമ അടിപൊളി. ഓ താങ്ക് യു. എന്റെ അഭിപ്രായത്തിൽ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ല അതെ ഒരു കാര്യം പറയാം, അത് നിങ്ങളല്ല പറയേണ്ടത്, ഇവരാ പറയേണ്ടത് കേട്ടാ. അതെ, ഇവരാണ് പറയേണ്ടത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ആ ചോദ്യങ്ങൾ ഒബ്വിയസ്ലി ഈ പാട്ടിൽ എന്താണ്. പാട്ട് കൃത്യമായിട്ട് കേട്ടോ രണ്ടുപേരും? ശ്രദ്ധിച്ചു. Okay, ഞാൻ നന്നായിട്ട് പാട്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഉത്തരം നീ പറഞ്ഞോ, കുഴപ്പമില്ല. കുഴപ്പമില്ല, കിട്ടാത്തോണ്ട് അങ്ങനെയൊക്കെ പറയാം. അതെ, ചോദിക്കൂ. ശരി. ഒരു യുഗ സംക്രമ ഗീതമുണർത്തുമ്പോൾ പാടുന്ന സിംഗർ ആരാ? ജോണി. അടിപൊളി, വരെ. അത് മാത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 3-4 തവണ വന്നിട്ടുണ്ട് ആ പാട്ടിൽ. അതെ, മിടുക്കൻ. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉത്തരവായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? കിട്ടാത്തോണ്ട് അല്ലല്ല, ഉറങ്ങാറുന്നു. അനിയന് വേണ്ടി വിട്ടുകൊടുത്തു. അയ്യോ. ശരി, രണ്ടാമത്തെ ചോദ്യം. ഇവന്റിൽ കളം പിടിക്കാൻ പാടുന്ന പാട്ട് ഏതാണ്? പ്രമദവനം. ആ, അടിപൊളി, സൂപ്പർ. എല്ലാം സിമ്പിൾ ആണല്ലേ? എടാ, ഞാനിവിടെ മിണ്ടാതെ വെറുതെ നിന്നില്ലേ, എന്നെ ഇളക്കിയിട്ടല്ലേ, അല്ലേ ഞാൻ മിണ്ടാ നിൽക്കുമായിരുന്നു. അത് നേരത്തെ കിട്ടാത്തോണ്ടല്ല. അപ്പൊ 1-1. അപ്പൊ അടുത്ത ചോദ്യം ക്രൂഷ്യലാണ്. ആരാണ് ആദ്യം പറയുന്നത് കേൾക്കാം, നോക്കാം. ഈണങ്ങൾ പാളുന്ന പോലെ ഉണ്ടെങ്കിലും ഏതിന്റെ സാന്നിധ്യമാണ് കൂടുതൽ കണ്ടത്? കൈ കാണിച്ച കിട്ടണ്ടേ? ഈണങ്ങൾ പാളുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ഏതിന്റെ സാന്നിധ്യമാണ് കൂടുതൽ കണ്ടത്? ആ വരി ഒന്നുകൂടി പാടിയിരുന്നെങ്കിൽ പറയായിരുന്നു. തോറ്റോ? ഏതെങ്കിലും ക്ലൂ എന്തെങ്കിലുമൊക്കെ? ആഹാ. അത് പാടുന്നവർക്ക് വരുന്നൊരു സംഭവമാണ്. ശ്രുതി, ഞാൻ പറയട്ടെ, ആ, രാഗം. പിച്ച് ഔട്ട്. ഏയ്, correct. കേശവ മാമിന്റെ റിയൽ ഫാൻ ഇരിക്കുന്ന പിന്നെ, ആളാണ്. അതിഥിയാണ്. നമുക്കിപ്പോ 1-1 നിൽക്കുന്നത് കൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കണം. ഞാൻ അടിക്കും. അല്ല ശരിക്കും പറഞ്ഞാലേ ഈ ജോണി ആരുടെ അച്ഛനാണ്? നൈസ്, നൈസ്. അംഗനവാടി പോകുന്ന ഏതോ കുട്ടിയുടെ. കറക്റ്റ് ആൻസർ. ഏയ്, മതി, അത് മതി. ഓക്കേ, വെരി ഗുഡ്. ഞാൻ പേരാന്ന് വിചാരിച്ചോട്ടെ, ഇത് മോശം പേര്. പേരാ പാട്ടിലില്ല. ആ ഞാൻ ഈ പേര് കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിന്റെ അച്ഛൻ. അംഗനവാടി എന്ന് പറഞ്ഞ ഞാൻ കുഞ്ഞിന്റെ അച്ഛൻ. ശരി. അതെ, അംഗനവാടി പോകും കുഞ്ഞിന്റെ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയും. അപ്പൊ ഇന്ദു ശരിയായി. അങ്ങനെ PSC പാരഡി സോങ് ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ എന്തുവാണ്. എന്തു is performing first. All the best. കേട്ടോ? ഷാർവി, ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പാട്ടില്. ഇത് പ്രമദവനം വീണ്ടെന്നുള്ള പാട്ടില്ല. യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു നവസംക്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ. അതെ, ആ പാട്ടിന്റെ ഒറിജിനൽ വരികൾ വേറെ പാട്ട് കേട്ടു. വേറെ പാട്ട് സിങ്ക് ആണ് അതിന്. ആ, ഹായ്, ഞാൻ ഇന്ദു, കൊല്ലംകാരിയാണേ. എൻ്റെ 3-4 എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ ഭയങ്കര തിരക്കിലായി പോയെന്നേ. അതുകൊണ്ടാണ് വരാൻ കുറച്ച് വൈകിയത്. സിനിമ, സീരിയൽ, ഇതൊക്കെ വീട്ടിൽ മെനക്കെട്ടിരുന്ന് പുതിയ കണ്ടന്റ് വല്ലതും കിട്ടുമോ നോക്കിയതാ. അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയതൊന്നും അല്ല കേട്ടോ.
എൻ്റെ ഈ ലുക്കും എൻ്റെ പറച്ചിലും കേട്ടപ്പം നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ അഭിനയിക്കാൻ പോയതാണെന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? മനോഭാവം. അത് ഞാൻ പറഞ്ഞതല്ല, ഗൂഗിൾ അമ്മച്ചി പറഞ്ഞതാണ് മനോഭാവം എന്ന്. മാത്രമല്ല, ഈ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അമ്മച്ചി എന്നെ തേച്ച് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞു തന്നില്ലടേ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്തി മനുഷ്യന് ഏതൊക്കെ രീതിയിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റും. സ്വഭാവം, സംസാരം, പെരുമാറ്റം, മുഖഭാവം, എന്തിനേറെ പറയുന്നു, ഭക്തിയിൽ വരെ നമുക്ക് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റും. ഇത് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ, ഞാനിവിടെ വന്നപ്പം ഈ രമേശ് ചേട്ടൻ എന്നോട് പറയുവാണേ, എൻ്റെ പൊന്നിന്ദു, തൻ്റെ ഈ അമ്മായിയമ്മേനെ കെട്ടിയോനെയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞെന്ന്. ഞാൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, 2 എണ്ണത്തിനെ എടുത്ത് അടിച്ച് വെളിയിൽ കളഞ്ഞു. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ അമ്മായിയമ്മയും കെട്ടിയോനെയൊക്കെ കണ്ടന്റ് പറയുമ്പോൾ ബോറാണേ. ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പം നമുക്ക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗുരുവിനെ ഓർക്കണമല്ലോ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രൂമറായ രതീഷ് ചേട്ടൻ, പുള്ളിക്കാരൻ എന്നെ കാണുമ്പോൾ പറയും, എൻ്റെ പൊന്നു കൊച്ചേ, നിന്നെ കാണുമ്പം നിന്റെ മുഖത്തുള്ള ആകെ 2 എക്സ്പ്രഷൻ, ഒന്ന് പുച്ഛം, പിന്നെ ഒന്ന് പരിഹാസം. ഈ പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കണേ, ഫുൾ ടൈം ഒരൊറ്റ ഭാവമേ ഉള്ളൂ, രൗദ്രം. ഞാനെന്തോ ദുർവാസാവാണ്, എൻ്റെ തപസ്സിളക്കാൻ ആരും വരരുതേ എന്നൊരു എക്സ്പ്രഷനിലാണ് പുള്ളി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഭക്തിയെക്കുറിച്ച് പറയാം. ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട്. ഭയങ്കര ഭക്തനാണ്. പുള്ളിക്കാരൻ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് പോയി കുളിച്ചിട്ട് വരും. നേരെ പൂജാമുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് നിത്യപ്രാർത്ഥന. നിങ്ങൾ എല്ലാവരും കേൾക്കണം. നിത്യപ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടെന്ന് ശ്രദ്ധിക്കണം. ദൈവമേ, എൻ്റെ മരത്തിൻ്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണേ. ഇതെത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ പുള്ളിക്കാരൻ നേരെ വരും. ഇല്ല, തൂത്ത് വെച്ചേക്കുന്ന ചവറുണ്ടല്ലോ, നേരെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ ചെവിരടിക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കും. എന്നിട്ട് അത് അഥവാ കത്തിയ ഇച്ചിരി വെള്ളം കുടഞ്ഞൊന്ന് അണയ്ക്കും. എന്നിട്ട് പുഹച്ചിട്ട് ആ വീട്ടുകാരെ ഈ പുഹ കൊണ്ടാണ് ഉണർത്തുന്നത്. അതും പോരാഞ്ഞിട്ട് അവിടെ കുറേ പുതിയതായിട്ട് ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിനെ അങ്ങ് കരിക്കുകയും കൂടെ ചെയ്യും. ഇത് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചേ, എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങൾ എന്തിനാ രാവിലെ എണീറ്റ് ഈ വിളക്ക് കത്തിച്ച് നിത്യപ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്? എന്നിട്ട് നിങ്ങൾ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത്? ഈ മനുഷ്യൻ എന്നോട് പറയാ, കൊച്ചേ, നീ ഞാൻ പ്രാർത്ഥിച്ചത് ചൊവ്വേ നേരെ കേട്ടോ? ഞാൻ പറഞ്ഞു, കേട്ടല്ലോ. എൻ്റെ മരത്തിൻ്റെ ഇല പോലും അന്യർക്ക് ദോഷമായി ഭവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞ, അതെ, എൻ്റെ മരത്തിൻ്റെ ഇല ഭവിക്കരുതെന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ആ വീണത് മൊത്തം അവൻ്റെ പറമ്പിൽ നിന്ന പ്ലാവിൻ്റെ ഇലയായിരുന്നു. അതാണ് ഞാൻ അവിടെ കൊണ്ടിട്ട് കത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഓക്കെ ചേട്ടാ, ഈ പുതിയതായിട്ട് വളർന്നു വരുന്ന ചെടിയൊക്കെ നശിപ്പിക്കുന്ന മോശമല്ലേ? അപ്പം നീ എൻ്റെ 2ാമത്തെ വരി കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അല്ല കേട്ടായിരുന്നു, എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണം. അതെ, ഇനി ആ ചെടി മൊത്തം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചവറല്ല ഇവിടെ വീഴും. ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ട് കത്തിക്കണ്ടേ? ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. പാവം ചേട്ടൻ, ഇത്ര നിഷ്കളങ്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഭാഗത്തെ തെറ്റി, സോറി ചേട്ടാ. പിന്നെ ഭക്തിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ സ്വന്തം സുസുവിനെയാണ്. സുസു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ കണക്ക് മാഷിനെ കാണുമ്പം കോണോട് കോൺ തിരിയുന്ന ഒരു സുശീല ടീച്ചറുണ്ട് ഇവിടെ. പുള്ളിക്കാരത്തേക്ക് ഒരു മനോഭാവം ഉണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ എല്ലാവരും നല്ലവരായിരിക്കണം, എന്നെ പോലെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഞങ്ങളുടെ ഡോറിൽ വന്ന് മുട്ടും. ജ്ഞാനപ്പാന 8 വരി പാടി കേൾപ്പിക്കും. തൊട്ടപ്പുറത്തെ ഡോറിൽ ചെന്ന് മുട്ടും. അവിടെയും പോയി ജ്ഞാനപ്പാന ഒരു 4 വരി പാടും. അങ്ങനെ ആ ഫ്ലോറിൽ എത്ര റൂമുണ്ടോ എല്ലാ റൂമിലും പോയിട്ട് പുള്ളിക്കാരി ജ്ഞാനപ്പാന കേൾപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, 2-3 ബംഗാളികളും ഹിന്ദിക്കാരും ഒക്കെ അവിടെ നിൽക്കുന്നത്. അവരുടെ 2ന്റെ റൂമിൽ പോയി തട്ടിയിട്ട് അവർക്ക് മലയാളത്തിൽ ജ്ഞാനപ്പാന. പിന്നെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ കെട്ടിയോനെയാണ്. സോറി അളിയ, സോറി ഏട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ചുക്കില്ലാതെ എന്ത് കഷായം എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ എവിടെയെങ്കിലും കയറി വരും. അതുമല്ല, ISA മുദ്രയിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയതാണ്, പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ ചേട്ടൻ്റെ ഭക്തി വല്ലാത്തൊരു വ്യത്യസ്ത ഭക്തിയാണ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ വീടിൻ്റെ ഐശ്വര്യം യേശു, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഐശ്വര്യം കൃഷ്ണൻ എന്നൊക്കെ. പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് നോക്കണം, ഈ വീടിൻ്റെ ഐശ്വര്യം ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ, ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇതോടിക്കുന്ന ഞാൻ. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മനോഭാവം. പിന്നെ നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, ആത്മാർത്ഥമായ മനോഭാവം ഉള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇതിൽ ഈ ആത്മാർത്ഥമായ മനോഭാവമുള്ള ഒരുത്തിയായിരുന്നു എൻ്റെ റൂംമേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത്ര നന്നായിട്ട് ഒരുങ്ങിയിട്ട് പുള്ളിക്കാരത്തി വിളിച്ചു, എടി ഒന്ന് നോക്കടി, എങ്ങനെ ഉണ്ടോന്നൊന്ന് പറ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്, ഇത് പറയുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ, കണ്ണ് പോലും തുറക്കാതെ എന്നോട് പറയുക, ഒന്ന് ഇറങ്ങി പോടി പരഭ്രാന്തി, ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങട്ടെന്ന്.
അത് ആത്മാർത്ഥമായ പറച്ചില്. പിന്നെ വേറൊരുത്തി ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഹായ് ഇന്ദു, നിന്നെ കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിലും മേക്കപ്പ് ഇട്ടാൽ നിന്നെ കാണാൻ നല്ല രസം, നീ ഒരു കാര്യം ചെയ്യും പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് നടക്കാം, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് വേറൊരു തരം ആറ്റിറ്റ്യൂഡ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ആറ്റിറ്റ്യൂഡ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലിരിക്കുന്ന ആ റെഡ് കളറിട്ട ചേച്ചി, കൊച്ചേ നീ എന്താ പറഞ്ഞാലും ഞാൻ ചിരിക്കാൻ പോകുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഇപ്പം ഞാൻ പുള്ളിക്കാരെ ഫോക്കസ് ചെയ്തപ്പോൾ ചിരിക്കുന്നു. പിന്നെ ഒരാളെ പറയാനാണെങ്കിൽ ദേ ഈ കുട്ടി നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്, എൻ്റെ പൊന്നേച്ചി എന്നെ ഒന്നും പറയല്ലേ, ഞാൻ പാവാണേ, ഞാൻ ചിരിച്ചോളാം. അതാണ് രമേശ് ചേട്ടൻ. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. രമേശ് ചേട്ടൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? എൻ്റെ പൊന്നു മോളെ, കൊക്ക് എത്ര കുളം കണ്ടതാ, നീ അടുത്ത പറയാൻ പോകുന്ന കൗണ്ടർ വരെ എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ ഞാനും ധർമ്മനും കൂടി അതിനെക്കുറിച്ചൊരു കഥ വരെ ഉണ്ടായിരുന്നു, അത് വരെ പറഞ്ഞു തരാമെന്ന് പറയും. പിന്നെ തൊട്ടിപ്പുറത്തിരിക്കുന്ന നമ്മുടെ സുന്ദരിക്കുട്ടി, ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആറ്റിറ്റ്യൂഡുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഇവിടെ നിൽക്കുന്ന എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആർക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒറ്റ മനോഭാവമേ ഉള്ളൂ, എൻ്റെ സ്റ്റാൻഡപ്പ് പൊളിഞ്ഞാലും മുടിഞ്ഞ കോൺഫിഡൻസ് ഞാൻ വിടൂല. ഓക്കെ അല്ലേ? അല്ല, ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞിട്ട് അയ്യോ നിർത്തൂ, ഞാൻ ഇവിടെ പോയിട്ട് തുടങ്ങാം. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്റെ ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ പ്ലീസ്, കാല് പിടിക്കാം. മോളല്ലേ പറഞ്ഞ അവിടെ ചെന്ന് നിന്നിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യോ പ്ലീസ്, അവരോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കും, നിന്റെ ഡ്രസ്സും കൊള്ളൂല. ഇന്ദു സൂപ്പർ ആയിരുന്നു, നല്ല രസകരമായിട്ടുള്ള പെർഫോമൻസ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ആദ്യം പറയാൻ പറ്റില്ല, യു ലുക്കിംഗ് ലൈക്ക് എ വാവ്. അല്ലേ, അടിപൊളിയല്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്, സൂപ്പർ. ആറ്റിറ്റ്യൂഡ് മനോഭാവം. അയ്യോ ഞാനത് എന്റെ അടുത്തതിന്റെ ഇൻട്രോ ആയിരുന്നു. ഭായുടെ സ്വന്തം നാടായ കൊല്ലത്തുനിന്ന് വരുന്നു. കാര്യം എന്റെ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാരും ഞങ്ങൾ അവിടെ പറയുന്നതേ ഭാര്യ ഭർത്താവ് ഭരണി ഭാഗ്യം. ബാക്കിയുള്ളവരിത് കാണുമ്പോ കൊല്ലംകാരിയാന്ന് പറയണ്ട, ഫാ കേട്ടപ്പോ മനസ്സിലായെന്ന്. നിങ്ങളൊക്കെ ഭാര്യ ഭർത്താവ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാറ്. അത് മാത്രല്ല, പൊഹയോ കത്തിച്ച് വെച്ചിട്ട് അങ്ങോട്ട് മുഴുവൻ അങ്ങ് വിടുക. അയാളുടെ വീട്ടിൽ രാവിലെ മുഴുവൻ പൊഹ. ഈ പൊഹയാണ് ഇയാൾ ഞങ്ങൾ കൊല്ലംകാരുടെ സ്വന്തം, ഞാൻ ഏറ്റെടുക്കുന്നു. പൊഹയെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പൊഹയും ഫായും ഞങ്ങളുടെ സ്വന്തം, ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ദു രസമുള്ള പ്രകടനമായിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ചില കഥകൾ വളരെ വലുതായിരുന്നു കേട്ടോ. അപ്പം പുകച്ച കഥയൊക്കെ പറഞ്ഞ് അങ്ങ് എത്തി നമ്മൾ ചിരിക്കണോ വേണ്ടോ എന്നൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു പോകുന്ന രീതിയിലുള്ള വലിയ കഥകളുണ്ടായിരുന്നു. പിന്നെ ചില അനാവശ്യ വരികൾ. ഇപ്പം ഇനി ഞാൻ ഭക്തിയെ കുറിച്ച് പറയാം. ഈ ഭക്തിയെ കുറിച്ച് പറയുവാണെങ്കിലേ രണ്ടിലൊരെണ്ണം മതി. ഇങ്ങനെ നമ്മൾ അനാവശ്യ സ്റ്റേറ്റ്മെന്റ് വരുമ്പോ അങ്ങനത്തെ ഒരു നമ്മൾ ആകെ പറയുന്ന ഒരു 7 മിനിറ്റിൽ മൊത്തം അനാവശ്യമായിട്ടുള്ള ഒരു 7-8 സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിലൊരു നീളം കൂടിയ പോലെയും ഒരു തമാശയും അടുത്ത തമാശയിലും ഇച്ചിരി അകലം കൂടിയ പോലെയും നമുക്ക് തോന്നും എന്താ കാര്യമൊന്നും മനസ്സിലാവില്ല. കുറച്ചുണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ച് പറയുന്നതല്ലാതെ ഒരു വിഷയം എടുത്തിട്ട് അത് കാഷ്വലായിട്ട് പറഞ്ഞു പോകുമ്പം വന്നു പോകുന്നതാണ്. അതും ഇനി കുറച്ച് ശീലിക്കണം. ഏറ്റവും ഹ്രസ്വമായ വാക്കുകളിൽ ആ തമാശ പറയാൻ പറ്റിയ അത്ര രസമായിരിക്കുന്നു തോന്നി. പിന്നെ ഉടുപ്പൊക്കെ ഈ പറഞ്ഞതുപോലെ നന്നായി. പലരുടെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞത് നന്നായി. ഈ റിവ്യൂവറിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താ ഒന്നും പറയാഞ്ഞത്? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല. അങ്ങനെ പറയരുത്. തീരെ ശരിയല്ല എന്നല്ല, തീരെ ശരിയല്ലാത്ത പോലെ ഇവർക്കൊക്കെ തോന്നിയും തോന്നുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള അവസരം തരുമല്ലോ അല്ലേ? എനിക്ക് പറയാനുള്ള പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തോട്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂ ഞാൻ പറഞ്ഞോളാം. ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞോളാം. ചേട്ടാ കോട്ടൊക്കെ അടിപൊളിയാണല്ലേ, ഷൂ ഒക്കെ കലക്കി. കൊല്ലംകാരി തന്നെ. നേരത്തെ വന്നപ്പോ പറഞ്ഞില്ലേ മുല്ലപ്പൂ വയ്ക്കാൻ പറ്റില്ല, മുല്ലപ്പൂ ഇല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ സംസാരിക്കാന്ന് പറയുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ടാസ്കാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചെയ്തത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓരോ സ്റ്റോറീസും എനിക്ക് ചിരി വന്നിരുന്നു. നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചതൊക്കെ. അപ്പം ഒത്തിരി നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അവസരം തരും. എനിക്ക് സൗകര്യമില്ല നിങ്ങൾ പറയുമ്പോ പറയാനായിട്ട്. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ പറയുള്ളൂ. ചേട്ടാ എനിക്ക് വേണ്ടി പറ. സ്ക്രിപ്റ്റിംഗിൽ ചെറിയ പ്രശ്നമുണ്ട്. അതെയോ? ചേട്ടൻ പോകുമ്പോ നമ്പർ തന്നിട്ട് പോണേ, ഞാൻ അടുത്ത പ്രാവശ്യം സ്ക്രിപ്റ്റ് ഇപ്പൊ തന്നെ തിരുത്തി പോവാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോട്ട് ചെയ്ത വെളുപ്പിന് 5 മണിക്ക് അയലക്കത്തെ വീട്ടിലെ ചേട്ടൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? അന്നല്ലേ പറഞ്ഞേ? ഈ 5 മണിക്ക് ഇന്ദു എന്തിനാ അവിടെ പോയി? ഞാൻ അവിടെ പോയില്ല. എന്റെ വീടിന്റെ ജനല് തുറന്നപ്പോഴേക്ക് അവരുടെ പൂജ
പൂജാമുറി അവിടെയായിരുന്നു. ജനൽ തുറന്നു ഞാൻ ജനൽ തുറന്നെങ്കിൽ ഈ പൂജാമുറിയിൽ ഇരുന്ന് അയാൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മനസ്സിലല്ല പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ഒച്ചത്തിലാ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്ന് പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത്. അതെന്താണ് അവിടെ മൈക്ക് വെച്ചിട്ടാണ് പ്രാർത്ഥന? അതെ, എല്ലാരും ഉണർത്തും. മൈലത്തേർ അങ്ങനെ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഈ സുശീല ടീച്ചർ രാവിലെ 4 മണിക്ക് വന്ന് ജ്ഞാനപ്പാന പാടുന്ന പറയുന്നത് സത്യമാണ്. എല്ലാരോടും ചോദിച്ചാൽ മതി, ഇവിടെ റൂമിൽ താമസിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ ജ്ഞാനപ്പാന. അതെ, നിങ്ങളുടെ റൂമിൽ മാത്രം നടക്കുന്ന തമാശ ഇവിടെ വന്ന് പറയാനുള്ള വേദിയല്ല ഇത്. അത് റൂമിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് അറിയാമോ, ഈ പ്രേക്ഷകർക്ക് മൊത്തം അറിയാമോ, നിങ്ങളുടെ റൂമിൽ സുശീല ടീച്ചർ വന്നിട്ട് ജ്ഞാനപ്പാന പാടി എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലായി? അതെ, നിങ്ങൾ എന്റെ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ റിവ്യൂ ഒന്നും പറയണ്ട. അത് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു പറയാം. എനിക്ക് സൗകര്യമുള്ള ഞാൻ ഇവിടെ പറയും. വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛനെ പറ്റി റിവ്യൂ പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ്. ഇല്ലെങ്കിലേ ഉള്ള അതിശയം. ആദ്യ പകുതി കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് പകുതി കുറച്ചുകൂടി. രമേശ് അതിഥിയോ സംസാരിക്കും ആദ്യം. ആദ്യം റിവ്യൂ പറയുന്ന ആൾക്കാർക്കാണ് റീച്ച് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ റീച്ച് അല്ല കിട്ടുന്നവർക്ക് മാർക്സ് ആണ് കിട്ടാനുള്ളത്. സാർ മിണ്ടാറിയണം പ്ലീസ്. Once upon a time, once upon a time, once upon a time, once upon a time. നിങ്ങളെല്ലാവരും വിചാരിക്കും രമേശേട്ടൻ പറഞ്ഞ ഈ ഭീകര ലുക്കും വെച്ചിട്ട് എന്നാ കോമഡി പറയാനാണ്. കാണൊരു ഭീകര ലുക്ക് ഉണ്ടെന്നുള്ളൂ. മാടപ്രാവിന്റെ മനസ്സാണ് കേട്ടോ എനിക്ക്. ശംശീനക്ക് രമേശനോട് ചോദിച്ചാൽ മതി, ആളും പറഞ്ഞെങ്കിൽ ഡയാനച്ചോട് ചോദിച്ചാൽ മതി. ഡയാനി സത്യം മാത്രമേ പറയുള്ളൂ. പൈസ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഹലോ, ഹായ്, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നെയിമാണല്ലോ പടയ്ക്കാറ്. പക്ഷെ ഞാൻ ഇവിടെ പടയ്ക്കാൻ പോകുന്ന ടോപ്പിക് തന്നെ എൻ്റെ നെയിമാണ്. പ്രായം കൊണ്ട് ഇതുവരായിട്ടും പെൻഷൻ പറ്റിയിട്ടില്ലെങ്കിലും പേര് കൊണ്ട് ഒരുപാട് തവണ പെൻഷൻ പറ്റിയിട്ടുള്ള മാസമായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള എൻ്റെ നെയിമാണ് ജോസ്. അത് ഞാന് അക്ഷരങ്ങൾ JOSE. അപ്പൊ ഞാനിവിടുത്തെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമിക്കിന് വന്നപ്പോൾ എൻ്റെ 22ാം വയസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോസ്, സിംഗിൾ ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു, കൈയടിച്ചു. ഞാൻ വിചാരിച്ച എൻ്റെ തമാശ കേട്ടാന്നാണ്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തമാശ കേട്ടതല്ല, ഒരു കൂട്ടം സിംഗിൾസിന്റെ രോദനായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ എൻ്റെ സിംഗിൾ എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ മാറിയിട്ടോ. ഇപ്പൊ ഞാൻ കമ്മിറ്റഡൊക്കെ ആയിട്ടില്ല. 25 വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തവരൊക്കെ സിംഗിൾ എന്ന് സ്റ്റാറ്റസ് വയ്ക്കാൻ പാടില്ല റൂള്. അൺമാരീഡ് എന്ന് വയ്ക്കണം. ഇപ്പൊ എൻ്റെ പേര് ജോസ്, അൺമാരീഡ് ആണ് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേരേക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു, ഡാ പെണ്ണ് കെട്ടണില്ലേ? എന്നോട് കെട്ടുന്നില്ല 2 സ്പെല്ലിങ് മാറ്റി ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. ഡാ പെണ്ണ് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞാൽ ഏതെങ്കിലും പിടിച്ചൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതെങ്കിലും പെൺകുട്ടികൾ ഈ പാവം പിടിച്ച എന്നെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ സോറി, ഞാൻ പെട്ടെന്ന് സ്ത്രീ വിഷയത്തിലേക്ക് കടന്നില്ല. എൻ്റെ പേരെന്ന വിഷയം നിങ്ങൾക്കത് കേൾക്കാനായിരിക്കും താല്പര്യം. പക്ഷേ എനിക്ക് സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒരു താല്പര്യമില്ല. ഈ പെൺകുട്ടികളൊന്ന് കേൾക്കുന്നതേ കലിപ്പ. ഒരു 10 സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ച കണ്ണീരൊടിച്ചിട്ട് ബാക്കി പറയാം. പിന്നെ ഞാൻ പുതിയ ക്ലാസ് ഒക്കെ വെച്ചിട്ട് രമേശ് ചേട്ടാ, പവർ ക്ലാസ് ആണ്. കൂളായ പീപ്പിൾസ് വെക്കും കൂളിംഗ് ക്ലാസ്, പവർഫുൾ പീപ്പിൾസ് വെയർ പവർ ക്ലാസ്. കണ്ണട ഓടി കഴിഞ്ഞാൽ പിന്നെ പവർ കട്ടാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞത്, ജോസ്. നമുക്ക് സ്ലാങ് ഒന്ന് ചെറുതായിട്ട് കയറ്റി പിടിക്കാം. എൻ്റെ പേര് ജോസ്, എൻ്റെ മാമോദിസ് പേരാട്ടോ ജോസ്. എൻ്റെ അപ്പാപ്പൻ്റെ നെയിമാണ് ഈ ജോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഓൾഡായിട്ടുള്ള നെയിം എനിക്ക് ഗെറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി റീസൺ ഹിയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു 10-25 ഇയേഴ്സ് ബിഫോർ വേണം. അതായത് എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് എൻ്റെ അപ്പൻകടിയാണ്. ആളെൻ്റെ മാമോദിസ പേര് എന്നെ ഒഫീഷ്യൽ നെയിമായിട്ട് കൊടുത്തു, ജോസ്. എൻ്റെ ചേച്ചിയുടെ മാമോദിസ പേര് എന്ന് പറയുന്നത് ആനി എന്നാണ്. ഞങ്ങളുടെ അമ്മാമ്മയുടെ പേരാട്ടി ആനി എന്നുള്ളത്. അവളെയും കൊണ്ട് ചേർത്തത് അപ്പൻകടിയുണ്ട്. അവളുടെ ഒഫീഷ്യൽ നെയിമും ആനി തന്നെയായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞു പ്രായത്തിൽ തന്നെ നേരെ വൃദ്ധസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്യാറുന്നു. അന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൻകടിയോട് ചോദിച്ചിരുന്നു, പ്രഭു ക്യാ ഹുവാ. പക്ഷെ എൻ്റെ ചേട്ടനെ കൊണ്ട് ചേർത്ത് എൻ്റെ അമ്മയായോണ്ട് ചേട്ടൻ്റെ ഇച്ചിരി ന്യൂജൻ പേരാണ് കിട്ടിയത്, റിജോ. അപ്പനെ അടിച്ച് ഓഫായി കിടന്നുകൊണ്ട് ചേട്ടൻ മാസ് ജസ്റ്റ് എസ്കേപ്ഡ് ബിക്കോസ് ചേട്ടൻ്റെ മാമോദിസ പേര് എന്ന് പറയുന്നത് ലോനപ്പൻ എന്നായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ മാമോദിസ പേര് ഇങ്ങനെ ലോനപ്പൻ എന്നായിരുന്നെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇപ്പോൾ ലോനപ്പൻ എന്നായിരുന്നു. അപ്പൊ ഡയാനേച്ചി ഇവിടുന്ന് വിളിച്ചു പറയും, അടുത്തായി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി വരുന്ന തൃശ്ശൂരിൽ നിന്ന് ലോനപ്പൻ. ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ. അതിനെൻ്റെ 1ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ദിവസം ടീച്ചർ വന്നിട്ട് ചോദിച്ചു, ആരോട് ഒരു ജോസ്? അപ്പൊ ഞാൻ തോളത്ത് സ്കൂബിയുടെ ബാഗും കഴുത്തൊരു വാട്ടർ ബോട്ടിലും പിന്നെ വായിൽ വെച്ചിട്ട് ക്യൂട്ടായിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ജോസ്. അപ്പൊ ടീച്ചർ ഒന്ന് അടിമുടി ഒന്ന് സ്കെച്ച് ചെയ്തു. എന്നിട്ട് ഒരു ടോക്ക, നീ ആർന്നടാ ജോസ്? നിന്നൊന്ന് കാണാൻ വേണ്ടി വിളിച്ചാടാ. എൻ്റെ അപ്പൻ്റെ നെയിമും ജോസ് എന്നാണ്. പ്ലേ ദ മ്യൂസിക്. കാല് പിടിക്കേ കള്ളു കുടിക്കേ കഴുത്തിന് പിടിക്കേ നീ മോയം മോയെ മോയം മോയെ മോയം മോയെ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നെ ഹൈസ്കൂൾ കാലഘട്ടം ഗെയിം. അപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ കാലത്തെ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം അഭിസംബോധന ചെയ്യുക റെസ്പെക്റ്റോടെ സർനെയിം വിളിച്ചിട്ടാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ വിളിക്കുക, അതായത് അപ്പൻ്റെ പേര് വിളിക്കുക എന്നറിയാം.
അപ്പൊ എന്റെ ഒപ്പം പഠിച്ചവരൊക്കെ പോയിട്ട് ജോസിനെ അറിയോ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ എന്റെ അപ്പന്റെ നെയിം പറഞ്ഞാണല്ലോ, എടാ ഗൊമ്മാളമവനെ നീയാ എപ്പിടി ഇരിക്കടാന്ന് ചോദിക്കുക. അതാണ് സർനെയിമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ലോക്കി ജോസ് എന്ന് പറഞ്ഞിട്ട്. എന്റെ മോനിലാട്ട വേറെ ഒരു ജോസ് മോനാണ്. ഇവരെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ 8ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ മാഷ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പ്രസന്റ് വിളിക്കാൻ തുടങ്ങി. ജോസ് രണ്ടോട്ടും വിളിച്ച് ഞാൻ കേട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ മാഷ് കയറി കലിപ്പായി, ആരുടെ ജോസ് എവരുടെ ജോസിന്റെ കലിപ്പായി. അത് ഈ ലോക്കി ജോസ് ഇഷ്ടമായില്ല. അവൻ വിചാരിച്ചത് അവന്റെ അപ്പനെ വിളിക്കാന്നാ. അവൻ അറിയില്ലല്ലോ അവന്റെ തന്തയുടെ നെയ്മുള്ളവർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെന്ന്. അവർ നിന്ന നിൽപ്പില് ജെറ്റില്ലാത്ത സൂപ്പർമാന്റെ പോലെ വല വിട്ട് പറഞ്ഞു നിന്ന് മാഷിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. എന്നിട്ട് മാഷിന്റെ ചെണ്ട പോലെയുള്ള മണ്ട നോക്കി മണ്ടക്കിട്ട് ചെണ്ട കൊട്ടുന്ന പോലെ ഡുണ്ടുണ്ടക്കട ഡുണ്ടക്കട ഡുണ്ടെന്ന് പറഞ്ഞിട്ട് 2 കൊട്ട് കിട്ടിയതും മാഷ് വെട്ടിയിട്ട ബാഴ്ത്തണ്ട് പോലെ പിറകിലേക്ക് കുട്ടാട്ടാ എന്ന് പറഞ്ഞ പോലെ മലന്നടിച്ചു വീണു. അവന്റെ അപ്പനൊരു ചെണ്ടതവാനായിരുന്നു. വിദ്വാൻ. ഈ കാഴ്ച കണ്ടിരുന്ന ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചു, ഡേ ലോക്കി എന്നടാ പണ്ണി വെച്ചിരിക്കുക. അതിനുശേഷമാണ് LCU കൺഫേംഡ് ആവുന്നത്. ലോക്കി സർക്കിളി. എൻ്റെ പേര് ജോസ് എന്നായോണ്ടും 2 അക്ഷരമുള്ളതുകൊണ്ടും അവസാനം ഇസ് എന്ന് പ്രൊണൗൺസിയേഷൻ ഉള്ളതുകൊണ്ടും ഞാൻ പോണ വയ്ക്ക് ആരെങ്കിലും ബാക്കിൽ നിന്ന് മൂക്ക് എന്ന് ചീറ്റ് കഴിഞ്ഞാൽ ഞാൻ വിളി കേൾക്കും. ഞാൻ കേൾക്കുന്നത് ജോസേ എന്ന് വിളിക്കണതാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മൂക്ക് ചീറ്റേണ്ട പകരം എന്തിനാ വായോണ്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. നീരുവിച്ചേട്ടാ ചീറ്റി കഴിഞ്ഞ ഇവിടെ ജലപ്രളയം നടക്കും. അല്ലെങ്കിൽ ശൂഷ് എന്ന് വിളിച്ചാൽ ഞാൻ ആരെങ്കിലും വിളിയേക്കില്ല രമേശ് ചേട്ടാ. അങ്ങനെ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോൾ എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. സഭാം കൊണ്ട് തലതിരിഞ്ഞവനെ എന്നാണ് വിളിക്കാറ്. എൻ്റെ പേരും തലതിരിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ JOST എന്നുള്ളത് തലതിരിച്ചിട്ട് ESOJ എന്നാക്കി എൻ്റെ ബയോളജിക്കൽ നെയിം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇസോജ് ജോസ് എന്നാട്ടോ. അല്ല ഒരറിയും ചെറുതല്ല എന്നാണല്ലോ. കേട്ടെ അപ്പോൾ ഞാൻ ആദ്യത്തെ ഓഡിഷൻ കോളിനോട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പേരും ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബയോളജിക്കൽ നെയിം എന്നെ പറഞ്ഞു ഇസോജ്. ഞാൻ പറഞ്ഞത് ഇസോജ് എന്നാണെങ്കിലും ഇവര് കേട്ടത് ഈശോ എന്നാണ്. അവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഭയങ്കര ഭയഭക്തി റിസീവ് ചെയ്തു. ബിക്കോസ് ആളുടെ കണ്ണിൽ ഞാൻ ഒരു ദൈവപുത്രനായിരുന്നു. ചെകുത്താൻ്റെ ലുക്കുള്ള ദൈവപുത്രൻ. ആമേ. നിങ്ങളെല്ലാം വിചാരിക്കും ഈ പേരിന് നല്ല കുഴപ്പമുള്ളോ, വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരായിരിക്കും. അപ്പം നമുക്ക് ചീത്തപ്പേരാട്ടാ അതല്ല പറഞ്ഞേ വിളിപ്പേര്. ആരെങ്കിലൊക്കെ വീട്ടിൽ വിരുന്നിന് വന്ന അമ്മ പറയും എൻ്റെ കുഞ്ഞുമോൻ അകത്തുണ്ട് കേട്ടോ, അവനെ വിളിക്കുക. ഞാൻ 3ാമത്തെ പുത്രനാണ്. വിരുന്നാരാ കുഞ്ഞുമോനെ വിളിക്കൂന്ന് പറയുമ്പോൾ അമ്മ അവിടെ നീട്ടി എടാ മോനെ തക്കുടു ഒന്നിങ്ങടെ വന്നേടാന്ന്. തക്കുടു ഞാന് വിത്ത് കട്ട ബിയേഡ് തക്കുടു മോണ്ടോ. വിരുന്നാരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞിനാണെങ്കിൽ 2 കൊച്ചുകളുടെ തന്തയലുക്കുള്ള ഞാനാണ് ഇറങ്ങി വരുന്നത്. അത് നമ്മുടെ അമ്മ സലാം കാശ്മീരിലെ സുരേഷന്റെ പോലെ ഇതാണ് എൻ്റെ കുഞ്ഞുമോൻ തക്കുടു എന്ന് പറയും. അപ്പൊ ഞാൻ നമ്മുടെ ജയറാമാട്ടം നിൽക്കുന്ന പോലെ പാപ്പന്നുകൊണ്ട് ആരിലോട്ട് നോക്കുക. അപ്പൊ നമ്മുടെ വിരുന്നാരിൽ അലക്സാണ്ടർ പോലെ ഈ മുതുക്കനോ തക്കുടു എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്ക. ഇപ്പൊ ഞാൻ അനുകരിച്ചാൽ അലക്സ് സുരേഷ് ഗോപി എന്നൊരു സൗണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിച്ച് ഒരു നല്ല മിമിക്രിയാണ് നിങ്ങൾക്ക് കാണാം. ഒരു സിനി നടന് ഇഫ് യു നോ യു നോ. എന്നിട്ട് മുതിർന്ന ആൾക്കാർക്ക് എൻ്റെ ജോസ് എന്നുള്ള നെയിം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ ഒരു സ്നേഹത്തോടെ ജോസ് മോനെ, ജോസുട്ടി മോനെ, ജോസു എടാ ജോസ് എന്നൊക്കെ വിളിക്കാറ്. നിങ്ങൾക്ക് തന്നെ വിളിക്കാം. ഞാൻ പക്ഷെ പോണ വഴി തക്കടോ ഒന്നും കയറി ആരും വിളിച്ചേക്കരുത്. എൻ്റെ ഈ സ്റ്റാൻഡപ്പ് കോമിക്കിന് ഒരു നെയിം ഇടാൻ പറഞ്ഞാൽ ഞാൻ പറയും കഥയല്ലി തൻ്റെ ജീവിതം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജോസ് എന്ന നെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ LKG ഒരു ഡിഗ്രി ഒരു പഠിച്ചിട്ടുണ്ട്, സെറ്റായിട്ടും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചവരൊന്നും ജോസ് എന്നുള്ള നെയിം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച ചില സാറുമാരുടെ പേരൊക്കെ ജോസ് എന്നാന്ന് പറഞ്ഞോട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, മൈ നെയിം ഈസ് ജോസ്. ദിസ് ഈസ് സെൻഡ് ഓഫ് ദ JK ജോസ് അറ്റൻസ് കിഡിങ് സൈനിങ്. ജോസിന് നല്ലൊരു കൈയടി. ജോസേ, ഇവിടെ പെട്ടെന്ന് സ്റ്റാൻഡപ്പ് അവതരിപ്പിച്ചത് എവിടെയെങ്കിലും പോവേണ്ട അത്യാവശ്യം ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു നിർത്തിയത് പോലെ സ്പീഡിൽ പറഞ്ഞു തീർത്ത പോലെ എനിക്ക് തോന്നി. ഉള്ളതുകൊണ്ടാണ്. പിന്നെ നല്ല പരിപാടിയുണ്ട്, 7 മിനിറ്റിന്റെ അടുത്തുണ്ട്. ചെറിയ പോലെ തോന്നണം, ക്രിസ്പായിട്ട് പറഞ്ഞു നിർത്താന്ന് വിചാരിച്ചു. ശരി, രണ്ടാമത്തെ കാര്യം, എത്ര വയസ്സായി? 25 ഓക്കെ. നമ്മുടെ ജൂബി റിച്ചിലെ സുന്ദരികളെ നോക്കിയിട്ട് ഞാൻ അൺമാരീഡ് ആണ് എന്ന് വളരെ ഇന്റലിജന്റ് ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞു. ഓഡിയൻസ് ഒന്നും അറിയില്ലേ? എപ്പോഴും നല്ല നല്ല സുന്ദരികളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. ആദ്യ പകുതി കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് പകുതി കുറച്ചുകൂടി. രമേശ് ചേട്ടനും അതിഥിയും സംസാരിക്കും ആദ്യം. ആദ്യം റിവ്യൂ പറയുന്ന ആൾക്കാർക്കാണ് റീച്ച് കിട്ടുള്ളൂ. ചേട്ടാ, ഇവിടെ ഇപ്പൊ റീച്ച് അല്ല കിട്ടുന്നവർക്ക് മാർക്സ് ആണ് കിട്ടാനുള്ളത്. സാർ മിണ്ടായിരിക്കണം പ്ലീസ്. ചേട്ടാ, രമേശ് ചേട്ടാ. ജോസേ, ഈ ഡയാന ഒന്ന് ചോദിച്ചൊരു കാര്യം എനിക്കും തോന്നിട്ടോ. അതായത് ഈ നമ്മളുടെ സംസാരത്തിനും കൈയക്ഷരത്തിനും പൊതുവായ ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മുടെ കൈയക്ഷരം നമുക്ക് വായിക്കാമല്ലോ, വേറത്തെ ആൾക്കാർ എടുത്തു വെച്ച് വായിക്കാനുണ്ട് എന്ത് പാടാന്നുള്ള പോലെ. ഒരുപാട് നല്ല നർമ്മങ്ങൾ, അതായത് ആ സർനെയിമിന്റെ ഒക്കെ വിറ്റുണ്ടല്ലോ. നിങ്ങൾ ജോസാണ്, മറ്റേയാളുടെ സർനെയിമാണ്, ജോസ് എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ വെട്ടിയും പുകയും പോലെ പൊക്കോണ്ടിരിക്കുക.
വെടിയും പുകയെന്ന് ചോദിച്ചപ്പോൾ ജോസേട്ട വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ ഇങ്ങനെ പോവാണ്. അത് മോഡുലേഷൻ ഉണ്ട്, ഉറക്കെ പറയുന്നുണ്ട്, താത്തി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇത്തിരിയും കൂടെ ഇത് മറ്റൊരാൾക്ക് വേണ്ടി പറയുകയാണ്. ഒരുപാട് പേര് ഇത് കേൾക്കാനിരിക്കുന്നുണ്ട്. ഈ ഫ്ലോറിലിരിക്കുന്നവരിലും അപ്പുറം ഇത് ടി വിയിലും മൊബൈലിലും ഒക്കെ പൊത്തിപ്പിടിച്ചിരുന്ന് ബസ്സിലിരുന്ന് റെയിൽവേ സ്റ്റേഷനിലിരുന്നും ഒക്കെ ആൾക്കാർ കാണാനുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ കുറച്ചുകൂടെ എല്ലാം പെരുകി ഇതാണ് അതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് കുറച്ചും കൂടെ രസമാക്കാമായിരുന്നു. ഇപ്പൊ രസമില്ലെന്നല്ല, കുറച്ചും കൂടെ ആക്കാമായിരുന്നു എന്ന് തോന്നി. ഒരു തുള്ളിക്ക് സ്പീഡ് കുറച്ചാൽ ബാക്കി വളരെ നല്ലതായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നടാ പണി വെച്ചിരുന്നു കേട്ടാ എടാ മോനെ. അപ്പൊ സൂപ്പർ കേട്ടോ. മറ്റേ സർക്കിളിലൊന്നും ഒന്നും ആയില്ല, ഗംഭീരായിട്ടിരുന്നു. അതിഥി ജോസേട്ടൻ തൃശ്ശൂരാണോ വീട്? തൃശ്ശൂര്. പിഷാരടി ചേട്ടാ, അത് തൃശ്ശൂർ. ഞാനും തൃശ്ശൂരുകാരിയാ. നീ തൃശ്ശൂരാണോ? നീ തൃപ്പൂണിത്തുറയെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൃശ്ശൂരുകാർക്കൊരു പ്രത്യേകത ഉണ്ട്, കുറച്ച് സ്പീഡ് കൂടുതലാ. അപ്പൊ ഞാനും ഇങ്ങനെ സിനിമയിൽ വന്നപ്പോ ഡബിങ് ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനൊരു മീറ്റർ ഉണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ഭയങ്കര കറക്റ്റാ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് കുറച്ച് ഇപ്പൊ തീരെ കുറഞ്ഞു പോയി എന്റെ. ആ ഒരു മീറ്റർ നോക്കിയിട്ട് ഇനി അടുത്ത തവണയൊക്കെ ചെയ്യുമ്പോ ശരിക്കും നന്നായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു. അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ടിപ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. തൃശ്ശൂർ എവിടെയാണ്? എന്റെ പുതുക്കാട്. എവിടെയാ ജോ? പുത്തൂരാണോ? നിങ്ങൾ അയൽക്കാരാണോ? അതെ അറിയാം, സ്ഥലങ്ങളറിയാം, അയൽക്കാരല്ല. താങ്ക് യു സോ. അപ്പോ ഒരു അറിവും ഞാൻ റിവ്യൂ പറഞ്ഞോട്ടെ? നിങ്ങൾ ഇനി പറഞ്ഞോളൂ. ആദ്യം തന്നെ എനിക്ക് റിവ്യൂ പറയാനുള്ളത് വേറെ കാര്യമാണ്. ഇത് AC ഉണ്ട് എന്ന് പറയണത് മാത്രമല്ല, അത് AC-യുടെ ഒരു തരിമ്പ് തണുപ്പ് ഇതിനകത്തില്ല. അതെനിക്ക് ആദ്യം പറയാനുള്ളത്. നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ കുടിക്കാൻ തന്ന വെള്ളം, അത് മിനറൽ വാട്ടർ ആണോ അതോ കിണറൽ വാട്ടർ ആണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കാം. അത് മിനറൽ വാട്ടർ അല്ല, ഇപ്പം പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു വരുന്ന കുടിവെള്ളമാണ്, അത്രേ ഉള്ളൂ. അത് ശരി. അതിനൊരു രുചി ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന് രുചിയോ? വെള്ളത്തിൻ്റെതായ രുചി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ റിവ്യൂ പറയാട്ടോ. ഈ കമ്മൽ അടിപൊളിയായിരുന്നു. നല്ല സിൽവറിന്റെ കമ്മല, സിൽവറിന്റെ പൊട്ടും പിന്നെ ആ പ്രേമത്തിലെ മേരിയുടെ മുടിയും എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു മൊത്തത്തില്. എന്താ ഞാനൊരു 4 സ്റ്റാർ തന്നിരിക്കുന്നു. ഒരു റിവ്യൂ പറയുന്ന ആൾക്ക് എന്തിനെ പറ്റിയും റിവ്യൂ പറയാം. ഞാൻ ആ കുട്ടിയെ പറ്റി പറഞ്ഞു. നിങ്ങൾ ഈ പെർഫോമൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജഡ്ജ്മെന്റ് വളരെ ബോറായിരുന്നു കേട്ടോ. ഡ്രസ്സ് നല്ലതാണ്, ആങ്കറിങ് മോശമാണ്. Okay, let's get back to Jose. അപ്പോൾ all the best. വീണ്ടും തീർച്ചയായിട്ടും വരണം. ഓക്കെ, മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. ഓക്കെ, all the best. നല്ലൊരു കൈയടി ജോസിന്. Good. Once upon a time, once upon a time, once upon a time, once upon a time. Once upon a time കലിപ്പനും കാന്താരിയും. അപ്പൊ ജോസിനും എന്തിനും ലഭിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയാം. ഞാൻ ജോസിന് 4 സ്റ്റാർ. ഹലോ, ഞങ്ങളാണ്. ജോസിന് ഇന്നത്തെ പ്രകടനം നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇച്ചിരി സ്പീഡ് കൂടി പോയി. ജോസിന് 50-ൽ 46. ഞാൻ ജോസിന് 1 മാർക്ക് കൂടുതൽ, 47. അപ്പോൾ ടോട്ടൽ 93 out of 100. അടിപൊളി, സൂപ്പർ. ആൻഡ് ഇന്ദുവിന് 47. 47. then അവിടെയും 1 മാർക്ക് കൂടുതൽ, 48. അപ്പോൾ ടോട്ടൽ 95 out of 100. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ is Indu. Congratulations. Once upon a time കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ പൂർണ്ണമാകുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye.